നമസ്തേ. പൊളിച്ചെഴുത്ത് സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. എനിക്കൊപ്പം ശ്രീ ടി ജി മോഹൻദാസ്. ടി ജി സർ, ചൈനീസ് പ്രസിഡന്റ് സി ജിൻപിങ്ങിനെ കാണാനില്ല എന്നൊരു സ്പെക്കുലേഷൻ പൊതുവേദികളിൽ നിന്ന് അപ്രത്യക്ഷനാകുന്നു. ബ്രിക്സ് സമ്മിറ്റിൽ പങ്കെടുത്തില്ല. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഊഹാപോഹങ്ങൾ. ഒന്ന്, അദ്ദേഹം റിട്ടയർമെൻറ്റിന് ഒരുങ്ങുകയാണോ, അധികാരങ്ങൾ കൈമാറാൻ ഒരുങ്ങുകയാണോ, 3 സുപ്രധാന തസ്തികകൾ വഹിക്കുന്ന അദ്ദേഹം, അതോ ലോയൽറ്റി പരീക്ഷിച്ച ശേഷം പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വന്ന് ആജീവനാന്ത പ്രസിഡൻ്റായി തുടരാനാണോ? അങ്ങയുടെ ഒരു വിലയിരുത്തൽ. ഈ സ്പെക്കുലേഷൻ എല്ലാം നിലവിലുണ്ട്. ചൈന ആയതുകൊണ്ട് നമുക്ക് സ്പെക്കുലേറ്റ് ചെയ്യാനേ മാർഗമുള്ളൂ. ഒരു കാര്യവും പുറത്ത് അവർ പറയുകയുമില്ല, അവിടെ നടക്കുന്നത് നമുക്ക് ലീക്ക് ചെയ്ത് കിട്ടുകയുമില്ല. അത്ര വലിയ ടൈറ്റൻഡ് സെക്യൂരിറ്റിയാണ്. ഇപ്പോൾ ഷി ജിൻപിങ്ങിൻ്റെ പബ്ലിക് അപ്പിയറൻസ് ഇപ്പോൾ 3 ആഴ്ചയോ മറ്റോ ആയി അദ്ദേഹം പബ്ലിക് അപ്പിയറൻസ് നടത്തിയിട്ടില്ല. അങ്ങനെയാണ് സ്പെക്കുലേഷൻ വന്നത്. ഒന്ന്, അദ്ദേഹത്തിന് സുഖമില്ല. വേറൊന്ന്, ഒരു അട്ടിമറിയുടെ വക്കിലാണ് ചൈന. ഇതെല്ലാം ശരിയാണെന്ന് വാദിക്കാൻ അവർക്ക് അവരുടേതായ ന്യായങ്ങളുമുണ്ട്. വെറും സ്പെക്കുലേഷനല്ല, അത് അങ്ങേര് മുങ്ങിയതാ എന്ന് പറയുന്ന ജാതി സ്പെക്കുലേഷനല്ല. അങ്ങേര് മുങ്ങിയതിൻ്റെ കാര്യകാരണങ്ങൾ സഹിതം ആണ് ആൾക്കാർ ആർഗ്യുമെൻ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ആർക്കും അറിയില്ല എന്താ സംഭവിച്ചത്. ഒരു കാര്യം, ഇപ്പോഴും അദ്ദേഹം അധികാരത്തിലാണ്. ഇപ്പോൾ ജൂലൈ 13, 14, 15 3 ദിവസം SCO മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഡോക്ടർ ജയശങ്കറാണ് പോയത്, വിദേശകാര്യമന്ത്രിമാരുടെ യോഗം. അതിൽ ഷി ജിൻപിങ് പങ്കെടുത്തില്ല. അതിന് കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ വിദേശകാര്യമന്ത്രി ഷി ജിൻപിങ്ങിനെ കണ്ടു എന്നാണ് വാർത്ത. അപ്പോൾ പ്രൈവറ്റായിട്ട് പോയി കണ്ടതിൻ്റെ വിഷ്വൽസ് ഒന്നുമില്ല, ഫോട്ടോയും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഡോക്ടർ ജയശങ്കർ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ കണ്ടു, സംസാരിച്ചു എന്ന് പറഞ്ഞു. ഈ SCO മീറ്റിങ്ങും ഉഴപ്പിപ്പോയി കഴിഞ്ഞ തവണത്തെ പോലെ. രാജ്നാഥ് സിംഗ് സൈൻ ചെയ്യില്ല ഒരു ഡോക്യുമെൻ്റിൽ എന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിക്കേ, അത് പറ്റില്ല എന്ന് പറഞ്ഞ് പോകുന്നത്. ജയശങ്കറുള്ള ഈ സമ്മേളനത്തിൽ ഒരു കമ്മ്യൂണിക്കേയും ഉണ്ടായില്ല. നമുക്ക് പറയാനുള്ളത് നമ്മൾ പറഞ്ഞു. പാകിസ്ഥാനെ ഇരുത്തിക്കൊണ്ട് ഈ പെഹൽഗാമിൻ്റെയൊക്കെ പാകിസ്ഥാൻ പറഞ്ഞു, അയ്യോ ഞങ്ങൾ പാവമാണ്, ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു. ആരും ഒന്നും മിണ്ടിയില്ല. ഒരു കാര്യത്തിൽ എല്ലാവരും യോജിച്ചു, SCOയുടെ അധ്യക്ഷ സ്ഥാനത്ത് ചൈന തന്നെ തുടരും. പക്ഷേ അതുപോലും ഒരു കമ്മ്യൂണിക്കേ ആയിട്ട് പുറത്ത് വന്നിട്ടൊന്നുമില്ല. ബട്ട് ദെയർ ഈസ് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്. ബാക്കിയൊക്കെ എങ്ങും തൊടാതെയുള്ള വർത്തമാനങ്ങൾ. ടെൻഷൻസ് കൂടി വരുന്നു. അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ 13-ാം തീയതി ഡോക്ടർ ജയശങ്കർ ചൈനയിലേക്ക് പോകുന്നു. 13-ാം തീയതി തന്നെ നമ്മളുടെ അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമ ഖണ്ഡു, പലരും തെറ്റായിട്ട് പ്രേമ എന്ന് പറയും, പ്രേമയല്ല അത് പേമ ഖണ്ഡുവിനോട് TV-ക്കാർ സംസാരിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ ചൈനയുടെ കാര്യം ചോദിച്ചു, ബോർഡറിൽ പ്രശ്നം. പേമ ഖണ്ഡു കൂളായിട്ട് പറഞ്ഞു, നമുക്ക് ചൈനയുമായിട്ട് ബോർഡറൊന്നുമില്ലല്ലോ, ടിബറ്റുമായിട്ടാണ് ബോർഡർ. ചൈനയുമായിട്ട് നമുക്ക് ബോർഡർ ഇല്ല, ടിബറ്റാണ് ബോർഡർ. പിന്നെ ചൈന ഒരു ഡാം പണിയുന്നുണ്ട് ബ്രഹ്മപുത്രയുടെ ഒറിജിനിൽ. അത് നമുക്ക് വെള്ളം കിട്ടാതൊന്നും ആവില്ല, കാരണം അയാളുടെ ദയ കൊണ്ടൊന്നും അല്ല ബ്രഹ്മപുത്ര ഒഴുകുന്നത്. ബട്ട് അയാൾ അവിടെ വല്ലാതെ വാട്ടർ സ്റ്റോറേജ് നടത്തിയിട്ട് ഒരു ദിവസം എല്ലാം കൂടെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും. ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് അതൊരു വാട്ടർ ബോംബാണ്, അത് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ അരുണാചൽ പ്രദേശിൻ്റെ പേര് ചൈന ഇടയ്ക്കിടയ്ക്ക് മാറ്റും. ഇപ്പോൾ മൊത്തം അരുണാചൽ പ്രദേശിനെ അവർ വിളിക്കുന്നത് സെഡാങ് എന്ന മറ്റുമാണ്. അത് ടിബറ്റിന് അവർ വേറെ പേരിട്ടിട്ടുണ്ട്. അത് സത്തേൺ ടിബറ്റാണ് അരുണാചൽ പ്രദേശ്. ഇതിന് കാർട്ടോഗ്രാഫിക് ഇറിറ്റേഷൻ എന്ന് പറയും. നമ്മളിപ്പോൾ അമേരിക്കയ്ക്ക് നമ്മൾ പേരിടുന്നു, എടപ്പള്ളി എന്നാണ് അമേരിക്കയുടെ പേര്. അപ്പോൾ അമേരിക്ക കരുതി ഇതെന്ത് പോക്കൃത്തിന്, ഞാനൊരു പേരിട്ടതാണ്, അത് നമുക്ക് ചർച്ച ചെയ്യാം. എന്ത് ചർച്ച ചെയ്യാം? അമേരിക്ക ഇന്ത്യയുടെ പാർട്ടാണോ? ഇന്ത്യയുടെ പാർട്ടാണെന്ന് ഇന്ത്യ വിചാരിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ, ഞാൻ ഉപദ്രവിച്ചിട്ടൊന്നുമില്ലല്ലോ, നമുക്ക് ചർച്ച ചെയ്യാമെന്നേ. ഇങ്ങനെയുള്ള ഇറിറ്റേഷൻ, ഇതെന്ത് ചർച്ച ചെയ്യാനാണ്? ഇതുപോലെയാണ് ഈ ചൈന അരുണാചൽ പ്രദേശിൽ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്. ഇത് കൂടാതെ ഡോർജെ ലെപ്ച, സിക്കിമിലെ രാജ്യസഭാ MP ആണ്, BJP-കാരനാണ്. ഇദ്ദേഹം കഴിഞ്ഞ ബജറ്റ് മീറ്റിങ്ങിൽ തന്നെ രാജ്യസഭയിൽ ഇത് പ്രസംഗിച്ചു. ഇനി മേലിൽ ഇൻഡോ ചൈനീസ് ബോർഡർ എന്ന് പറയാൻ പാടില്ല.
ഗവൺമെൻറ് ഓഫ് ഇന്ത്യയോട് എൻ്റെ ആവശ്യം ഈ പേര് മാറ്റണം, ഇൻഡോ ടിബറ്റൻ ബോർഡർ എന്നാക്കണം. രാജ്യസഭയിൽ പ്രസംഗിച്ചു. ആരും ആ മനുഷ്യൻ്റെ പ്രസംഗം പാടില്ല എന്ന് പറഞ്ഞില്ല. മോദി വാസ് ദേർ, അമിത് ഷാ വാസ് ദേർ, എവറി വൺ വാസ് സൈലൻറ്റ്. ആരും ഒന്നും വേണ്ടിയില്ല. ഇറ്റ് വാസ് എ സിഗ്നൽ ടു ചൈന. പേമ ഖണ്ഡു ഇത് പറഞ്ഞതിൻ്റെ നെക്സ്റ്റ് ഡേ സിക്കിമിൽ വെച്ച് വീണ്ടും ലെപ്ച ഇതേ കാര്യം പത്രക്കാരോട് പറഞ്ഞു, ടി വിക്കാരോട് പറഞ്ഞു. നമുക്ക് ചൈനയുമായിട്ട് അതിർത്തി ഇല്ല, നിങ്ങൾ എന്ത് ഇല്ലാത്തത് ചോദിക്കുന്നത്? നമുക്ക് ഭൂട്ടാനുമായിട്ട് അതിർത്തിയുണ്ട്, ബംഗ്ലാദേശുമായിട്ട് അതിർത്തിയുണ്ട്, മ്യാൻമറുമായിട്ട് അതിർത്തിയുണ്ട്, ചൈനയുമായിട്ട് അതിർത്തി ഇല്ല. ഞാനിത് പട്ടാള മേധാവികളോട് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ ഇൻഡോ ചൈന ബോർഡർ എന്നുള്ള പ്രയോഗം നിർത്തണം. സ്റ്റോപ്പ് ദാറ്റ്, ഇറ്റ്സ് നോട്ട് മീനിങ്. ടിബറ്റ് ചൈന അപ്പോൾ COT എന്ന് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നതാണ്, നേരിട്ട് പറഞ്ഞില്ലെങ്കിൽ. POK എന്ന് നമ്മൾ പറയാറില്ല, അതുപോലെ COT, ചൈനീസ് ഓക്യുപ്പൈഡ് ടിബറ്റ്. ഇത് വേണം പറയാൻ. ഇതാണ് ഇവനുള്ള തിരിച്ചടി. ഇങ്ങനെ ഈ പ്രശ്നങ്ങളെ ഒടുവിൽ ചൈനീസ് എംബസിയുടെ സ്പോക്സ് പേഴ്സൺ ഡൽഹിയിൽ ഇദ്ദേഹം ട്വീറ്റ് ചെയ്തു, അനാവശ്യമായിട്ട് ടിബറ്റിനെ കൂട്ടിച്ചേർത്ത് ചൈനയെ കുറ്റം പറയുന്ന പ്രസ്താവനകൾ ഉത്തരവാദപ്പെട്ട പലരും പൊതുപ്രവർത്തകരും പറയുന്നതായിട്ട് അറിയുന്നു. ഇത് നിർത്തുന്നതാണ് നല്ലത്. ടിബറ്റ് വാസ് ഓൾവേസ് എ തോൺ ബിറ്റ്വീൻ അവർ റിലേഷൻസ്, ഇൻഡോ ചൈന റിലേഷൻസ്. ആളുകൾ അതിന് താഴെ വല്ലാതെ ക്ഷോഭിച്ചു. ആരാ നീ, ഞങ്ങൾ എന്ത് പറയണം പറയണ്ടെന്നൊക്കെ തീരുമാനിക്കാൻ? ഞങ്ങൾ ടിബറ്റ് എന്ന് തന്നെ പറയും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ റിയാക്ഷൻ ഉണ്ടായി ട്വിറ്ററിൽ. പിന്നെ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. ഒഫീഷ്യൽ ചൈനയിൽ നിന്ന് ഒരു റിയാക്ഷൻ ഉണ്ടായുമില്ല. ഇത് എംബസിയുടെ സ്പോക്സ് പേഴ്സണാണ് ഇത് ചെയ്തത്. ഇതെല്ലാം കണ്ടിട്ടും ഡോക്ടർ ജയശങ്കർ സൈലൻറ്റ്, മോദി ഈസ് സൈലൻറ്റ്. നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു രാജ്യത്തെയും നമ്മൾ വകവയ്ക്കുന്ന ഇതില്ല. ആ രീതിയിലേക്കാണ് എല്ലാവരുടെ അടുത്തും ഒരല്പം ബെലിജറൻ്റായിട്ട് പെരുമാറുന്നത്. മര്യാദയ്ക്കായ കൊള്ളാം, ഇനി മര്യാദ കെട്ടിട്ടാണോ അതിനും കുഴപ്പമില്ല. ഇത് ഈ ഓപ് സിന്ദൂറിന് ശേഷം വന്ന നമ്മളുടെ സ്റ്റാൻഡ്, അത് ബെലിജറൻ്റായിട്ട് തുടരുന്നു. നയാ ഹിന്ദുസ്ഥാൻ. ഓപ് സിന്ദൂർ പോസ് ചെയ്തിട്ടേ ഉള്ളൂ, നിർത്തിയിട്ടില്ല എന്ന് മോദി പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പോഴും നമ്മളൊരു ഓപ് സിന്ദൂർ മൂഡിൽ തന്നെയാണ്. അത് ചൈനയായാലും ശരി, പാകിസ്ഥാനായാലും ശരി, ആരായാലും ശരി. ദിസ് ഈസ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദിസ്. ഇത് തന്നെയല്ലേ ഞാനിത് പരിഹരിച്ചു, ഞാൻ ഇടപെട്ടു എന്നുള്ള ട്രംപിൻ്റെ അവകാശവാദം അവിടെ ചെന്ന് നിന്നുകൊണ്ട് തിരുത്തിയത് വെടിനിർത്തൽ. ഈ അതിലെ ട്രംപിനേറ്റ ഏറ്റവും വലിയ ഇൻസൾട്ട് എന്താണെന്നറിയാമോ? ട്രംപ് ഇത് പറഞ്ഞതിന് മറുപടി ഇന്ത്യൻ വിദേശകാര്യ വകുപ്പിൻ്റെ സ്പോക്സ് പേഴ്സണാണ് കൊടുക്കുന്നത്, നോട്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. ഇപ്പോഴും പ്രതിപക്ഷം പറയുന്നത് പ്രൈം മിനിസ്റ്റർ ഷുഡ് സ്പീക്ക്, പ്രൈം മിനിസ്റ്റർ ഷുഡ് സ്പീക്ക്. ഒരാളെ ബിലിറ്റിൽ ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാൻ പ്രദീപ് പിള്ളയോട് നേരിട്ട് സംസാരിക്കുന്നതിന് പകരം എൻ്റെ വേലക്കാരനെ കൊണ്ട് സംസാരിപ്പിച്ചാൽ അതല്ലേ അപമാനം എന്ന് പറയുന്നത്? ഇതാണ് മോദി ചെയ്തത്. ഇത് മനസ്സിലാക്കാനല്ല മോദി മറുപടി പറയില്ല, പറയാൻ മറുപടി അർഹിക്കുന്നില്ല. അതുകൊണ്ടാണ് വിദേശകാര്യ വകുപ്പിലെ സ്പോക്സ് പേഴ്സൺ, നോട്ട് ഈവൻ ഡോക്ടർ ജയശങ്കർ വേറെയൊക്കെ പറഞ്ഞു. JD വാൻസ് സംസാരിച്ചിരുന്നു, ഫോണിൽ വിളിച്ചിരുന്നു, ദുനിയാ ഭർക്കെ ലോകോനെ ബാത് കിയാ ഹെ അബ് ക്യാ ഹെ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ അങ്ങ് വിട്ടു എന്നുള്ളതല്ലാതെ ട്രംപിന് നേരിട്ടൊരു മറുപടി കൊടുത്തിട്ടില്ല, കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് കൊടുത്താലാണ് നമുക്ക് കുറച്ചിലാകുന്നത്, കൊടുത്തില്ലെങ്കിൽ ട്രംപിനാണ് കുറച്ചിൽ. അത് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് പറ്റുമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം കാരണം ഈ രാവിലെ ഒന്ന് വൈകുന്നേരം ഒന്ന് പിന്നെ രാത്രിയിൽ വേറൊന്നൊക്കെ പറയുന്ന ആളാണ്. ട്രംപ് ഒരു വിരട്ടൽ ഒരു തന്ത്രം പ്രയോഗിച്ചു നോക്കിയല്ലോ. മൊത്തത്തിൽ ബ്രിക്സിനെ ഉദ്ദേശിച്ചും മറ്റ് രാഷ്ട്രങ്ങളെ ഉദ്ദേശിച്ചും ഒക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഭാരതത്തെ ഒന്ന് വിരട്ടാൻ നോക്കി. ഞാൻ പറഞ്ഞെടുത്ത് വന്നില്ലെങ്കിൽ ഇനിയും ടാരിഫ് വർദ്ധിപ്പിക്കും, ഞാൻ ടാരിഫ് പ്രഖ്യാപിക്കും, അതിനൊരു ഡെഡ് ലൈൻ പ്രഖ്യാപിക്കുന്നു. നമ്മൾ വകവച്ചിട്ടില്ലല്ലോ. എന്തിനു വകവയ്ക്കണം? ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ഇമ്പോർട്ട് മുഴുവൻ ഞാൻ നിർത്തിവെക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്കാണ് നഷ്ടം, നമുക്ക് നഷ്ടമില്ല. നമുക്ക് ട്രേഡ് ഡെഫിസിറ്റ് ഇല്ല അമേരിക്കയുമായിട്ട്, ട്രേഡ് പോസിറ്റീവിൽ നിൽക്കുകയാണ് നമ്മൾ അമേരിക്കയുമായിട്ട്. ചൈനയുടെ കാര്യത്തിൽ പിന്നെയും വി ആർ ഇൻ ഡെഫിസിറ്റ്. അമേരിക്കയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ആൻഡ് അമേരിക്കയുടെ ആവശ്യങ്ങൾ എന്താ? ഈ
ഡയറി പ്രോഡക്ട്സ് നമ്മൾ വാങ്ങണം. പാലിൻ്റെ വലിയ ആൾക്കാരാണ് നമ്മൾ, പാലില്ലാത്ത പ്രശ്നമൊന്നും നമുക്കില്ല. ബട്ട് ഡയറി പ്രോഡക്ട്സ് വാങ്ങണം. ശരി, കുറച്ച് വാങ്ങിയെന്ന് വിചാരിച്ചു, അതുകൊണ്ട് നമുക്ക് ദോഷമൊന്നും ഉണ്ടാകുന്നില്ല. കാരണം അതൊന്നും ആരും കഴിക്കാൻ പോകുന്നില്ല അവരുടെ ഡയറി പ്രോഡക്ട്സ്. പിന്നെ ഉള്ളത് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള അവരുടെ സോയ, ഇതൊക്കെ അത് നമ്മൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. ജൂലൈ 9 ഡെഡ് ലൈൻ. നത്തിങ് ഹാപ്പൻ. ഡെഡ് ലൈൻ മുമ്പേ ഒന്നും നടന്നില്ല. നിസ്സഹായരായിട്ട് അമേരിക്ക ചെയ്തത് എന്താണെന്നറിയാമോ? പീയൂഷ് ഗോയലുമായിട്ട് ഞങ്ങൾ സംസാരിക്കാനില്ല, ഈ മനുഷ്യനോട് സംസാരിക്കാൻ പ്രയാസമാണ്. ഇവനുണ്ടെങ്കിൽ ഞാൻ കളിക്കാനില്ല എന്ന് പറഞ്ഞ് ചീട്ട് കളിക്കാതെ ഇറങ്ങി പോകുന്നത് ഇവ ശരിയാവില്ല. ഇതുപോലെ മോദി മെസ്സേജ് കൊടുത്തു, വാട്ട് ക്യാൻ ഐ ഡു, ഹീ ഈസ് മൈ കോമേഴ്സ് മിനിസ്റ്റർ, ഹീ ഈസ് ഓതറൈസ്ഡ് ടു സ്പീക്ക്. അങ്ങരുമായിട്ട് സംസാരിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ചർച്ച തന്നെ നടക്കില്ല. ഈ സ്റ്റിൽ കണ്ടിന്യൂസ് ഈ താരിഫ് കാര്യത്തിൽ സംസാരിക്കുന്നത് പീയൂഷ് ഗോയലാണ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു ഡീൽ വിത്ത് പീയൂഷ് ഗോയൽ. കേരളത്തിൽ വന്നിട്ട് കേരള പൊളിറ്റീഷ്യൻ്റെ അടുത്ത് സംസാരിച്ച് അദ്ദേഹവും ചിരിക്കുകയും ഇവരും ചിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം കൊണ്ടുവന്നു. പീയൂഷ് ഗോയൽ എപ്പോഴും ചിരിച്ചുകൊണ്ടല്ലാതെ പീയൂഷ് ഗോയലിനെ കണ്ടിട്ടുണ്ടോ? യു വിൽ നോട്ട് സീ ഹിം വിത്ത് എ ഗ്രിം ഫേസ്. ഡോക്ടർ ജയശങ്കറെ പലപ്പോഴും ഗ്രിം ഫേസുമായിട്ട് നമ്മൾ കാണും. ചെറിയൊരു ദേഷ്യം, ഇറിറ്റേഷൻ, ഇതൊക്കെ മുഖത്ത് വരും. പീയൂഷ് ഗോയലിനില്ല. പെർമനൻ്റ്ലി ഒരു ചിരി ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ മനുഷ്യനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അവർക്കറിയില്ല. അതുകൊണ്ട് ഈ ആളിനെ മാറ്റണം എന്ന് പറഞ്ഞു. നെഗോസിയേഷൻ ടീമിൽ നിന്ന് മിനിസ്റ്ററെ മാറ്റണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കാര്യമാണ്. നെഗോസിയേഷൻ ഫെയിൽഡ്. 9 ഡെഡ് ലൈൻ വെച്ചിരുന്നു. 1 മാസം കൂടെ നീട്ടി എന്ന് പറഞ്ഞു ട്രംപ്. വല്ല കാര്യമുണ്ടോ? അപ്പോൾ ട്രംപിൻ്റെ ഈ താരിഫ് വരട്ട് ആരെയും ആദ്യം മനുഷ്യർ പേടിച്ചു പോയി കേട്ടോ. ആദ്യം ഇങ്ങനെ പറഞ്ഞത് എന്താ, പനാമ കനാൽ അമേരിക്കയിലാണ്, അത് തിരിച്ചു പിടിച്ചോ? ഇല്ല, പേര് മാറ്റും. കാനഡയോട് പറഞ്ഞു, യു ബിക്കം 51st സ്റ്റേറ്റ് ഓഫ് അമേരിക്ക, അതായത് നിന്നെ ഞാൻ ഗവർണറാക്കാം എന്ന്. ജസ്തിന്ദർ സിംഗ് ട്രൂഡോ ഉണ്ടല്ലോ അവിടുത്തെ, ആ സിഖുകാരനോട് പറഞ്ഞു. അല്ല, അയാൾക്കൊരു ഭ്രാന്താണല്ലോ ഖാലിസ്ഥാനിൽ. അപ്പോൾ അയാൾ പോയി. ഇപ്പോൾ കാനഡ എന്താ സ്റ്റേറ്റാക്കി മാറ്റിയോ? ഒന്നും ചെയ്തില്ല. 18,000 ഇന്ത്യക്കാരെയാണ് നാട് കടത്താൻ തീരുമാനിച്ച ലിസ്റ്റ്. നമ്മളും സമ്മതിച്ച ലിസ്റ്റ്. 2 തവണ C-13 വിമാനം വന്നു. ആളുകളുടെ കയ്യിലും കാലിലും ചങ്ങലയിട്ടേ എന്നൊക്കെ പറഞ്ഞ് ബഹളമൊക്കെ നടന്നു. ബാക്കി എവിടെ പോയി? 18,000 പേരല്ലേ? നമ്മളും സമ്മതിച്ചതല്ലേ? ഓക്കെ, യു ക്യാൻ ഡീപ്പോർട്ട് 18,000, ഞങ്ങളുടെ ആൾക്കാരാണ്. നമ്മൾ ആകെ ഇത്രേ പറഞ്ഞുള്ളൂ, ഇന്ത്യക്കാരായിരിക്കണം ഡീപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യക്കാരനെന്ന് പറഞ്ഞ് ചുളുവിന് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നൊക്കെയുള്ള ആൾക്കാർ ഇവിടെ വരാൻ പറ്റില്ല. എനിവേ, ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ ടു ദാറ്റ് പ്രോസസ്സ്. അത് നിന്നൊന്ന് തുടരുന്നോ ഒന്നും അറിയില്ല. ബട്ട് അത് അമേരിക്കയിൽ അങ്ങർക്ക് അനുകൂലമായ വലിയ ചലനം ഉണ്ടാക്കി. പക്ഷേ എതിരായിട്ടുള്ള ചലനങ്ങൾ വേറെ ചില പോളിസീസ് കൊണ്ടുണ്ടാക്കി. എലോൺ മസ്കുമായിട്ട് വഴക്കിട്ടു. അങ്ങനെ ട്രംപ് ആകെ ഒരു ക്രെഡിബിലിറ്റി കളഞ്ഞു നിൽക്കുകയാണ്. ഈ ഇലോൺ മസ്കിൻ്റെ ഒരു വഴക്കിടലും വേർപിരിയലും പുറത്തേക്ക് പോക്കും അത് ഇവിടെ എത്ര ചർച്ച ചെയ്യപ്പെട്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അതിലേക്ക് പോലും നയിച്ചത് എന്താണ്? ഇയാളുടെ എക്സെൻട്രിസിറ്റി സഹിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണോ? അതോ സ്ഥിരതയില്ലാത്ത ഈ നിലപാടുകൾ കൊണ്ടാണോ? ഇലോൺ മസ്ക് വലിയ പ്രതീക്ഷയോടെ വന്നിട്ട് നിരാശനായി ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണോ? ഈ നാഴിക്കുള്ളിൽ നാഴി കയറുകയില്ല. വേറൊരു ട്രംപാണ് ഇലോൺ മസ്ക്. കുറച്ച് പ്രായം കുറവാണെന്നേ ഉള്ളൂ. സ്വഭാവത്തിൽ രണ്ടുപേരും നല്ല കാശുകാരാണ്. സ്വഭാവത്തിൽ ഒരുപോലെയാണ്. അതുകൊണ്ട് ചേർന്ന് പോകില്ല. ഒരു കോമൺ പർപ്പസിന് വേണ്ടി എങ്ങനെയും ജോ ബൈഡനെ താഴെ ഇറക്കും. അതിന് വേണ്ടിയിട്ട് രണ്ടുപേരും കൂട്ടുകൂടി കഴിഞ്ഞപ്പോൾ അന്ന് തന്നെ എല്ലാവർക്കും അറിയാം ഇത് അധികകാലം നിൽക്കില്ല. കാരണം രണ്ടുപേരുടെയും ഒരേ തരത്തിലുള്ള ഇറാറ്റിക് ബിഹേവിയറാണ്. ഒരാൾ ഒരല്പം വഴങ്ങി കൊടുക്കുന്ന ആളാണെങ്കിലല്ലേ മറ്റേ ആളിൻ്റെ ഈ എക്സെൻട്രിസിറ്റി താങ്ങാൻ പറ്റുള്ളൂ. ബട്ട് എലോൺ മസ്ക് ഹിംസെൽഫ് ഈസ് എക്സെൻട്രിക്. വാട്ട് ടു ഡു? അത് തമ്മിൽ ക്ലാഷായി. ഡോജ് ആണ് അതിൻ്റെ മൂർധന്യത്തിലെത്തിയത്. പിന്നെ അത് വഴക്കായി. ഇലോൺ മസ്ക് ട്വിറ്ററിൽ ഇയാളെ ചീത്ത പറയുന്നു, ഇയാൾ ട്രൂത്ത് സോഷ്യലിലും ഇലോൺ മസ്കിനെ ചീത്ത പറയുന്നു. നിൻ്റെ പൗരത്വം എടുത്ത് കളയിടാ ഞാൻ പറഞ്ഞ് വരട്ടുന്നു. പൗരത്വം എടുത്ത് കളഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ വലിയ ആഘോഷം നടന്നു. കാരണം എലോൺ മസ്കിന് നാട് കിടത്തണമെങ്കിൽ ഈ ബിലോങ്സ് ടു സൗത്ത് ആഫ്രിക്ക. വലിയ ബിസിനസ്സുകാർ നമുക്ക്. ബട്ട് അത് നടക്കാൻ പോകുന്നില്ല. കാരണം നാസ ഈസ് ഫുള്ളി ഡിപ്പെൻഡൻ്റ് ഓൺ സ്പേസ് എക്സ് മുഴുവൻ. നമ്മൾ ഈ ശുഭാൻഷു ശുക്ലയൊക്കെ പോയത് ആരുടെ വണ്ടിയിലാണ്? വണ്ടി ഇലോൺ മസ്കിൻ്റെ അല്ലേ. ഇതെല്ലാം വേണ്ടെന്ന് വയ്ക്കാൻ ട്രംപിന് സാധിക്കുമോ? അപ്പോൾ അതൊരു പ്രശ്നം തന്നെ. എന്നാൽ
ഇലോൺ മസ്ക് ബോൾഡായിട്ട് അയാൾ പറയുന്നു എൻ്റെ പൗരത്വത്തിൽ ഒരു ഗ്രേ ഏരിയ ഉണ്ട് എന്ന് പറയുന്നു. ഹി അഡ്മിറ്റഡ് ദാറ്റ്. യെസ്, ദർ ഇസ് എ ഗ്രേ ഏരിയ ഇൻ മൈ സിറ്റിസൺഷിപ്പ്. യു ഡു വാട്ട് എവർ യു വാണ്ട്. ചാലഞ്ച് അത് എന്താണെന്ന് എനിക്കറിയില്ല. ഇവർ തമ്മിൽ ഫ്ലെയറപ്പ് ഉണ്ടാവും, പിന്നെ വീണ്ടും ഒതുങ്ങും. എലോൺ മസ്ക് തന്നെ ട്വീറ്റ് ചെയ്യും, ഐ തിങ്ക് ഐ റോട്ട് സംതിങ് ടു മച്ച് അബൌട്ട് ട്രംപ്. ഈ അമേരിക്കൻ പോളിറ്റി അത്യാവശ്യം നന്നായി ഫോളോ ചെയ്യുന്ന ആളാണ് ടി ജി എന്ന് എനിക്കറിയാം. ഈ ഡെമോക്രാറ്റ്സ് ഒരു ഭാഗത്തും റിപ്പബ്ലിക്കൻസ് ഒരു ഭാഗത്തും നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഇലോൺ മസ്കിൻ്റെ ഈ പരീക്ഷണം, ഈ പ്രഖ്യാപനം, അമേരിക്ക പാർട്ടി, അതിന് സ്കോപ്പുണ്ടോ, പ്രസക്തിയുണ്ടോ, സ്പേസ് ഉണ്ടോ? അയാൾ ഭരണത്തിൽ വരാൻ വേണ്ടിയിട്ടല്ല അമേരിക്കൻ പാർട്ടി ഉടനെ അധികാരത്തിൽ വരുമെന്നോ ഒന്നും അയാൾ ഉദ്ദേശിക്കുന്നില്ല. അമേരിക്കയിൽ ഈ പറഞ്ഞ പോലെയാണ്, കൂറുമാറ്റ നിരോധന നിയമമൊന്നുമില്ല. റിപ്പബ്ലിക്കൻ നിന്ന നിപ്പിൽ നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആവാം, അല്ലെങ്കിൽ ഡെമോക്രാറ്റ് ആവാം, എന്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഒരു 10-15-20 സെനറ്റർമാരെ ഇയാൾ പൈസ കൊടുത്ത് വാങ്ങുന്നു എന്ന് വെച്ചു. അമേരിക്കയിൽ ലോബിയിങ് ലീഗലാണ്. നിങ്ങൾക്ക് കാശ് വാങ്ങിച്ചുകൊണ്ടൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് വാദിക്കാം. ഇറ്റ് ഇസ് ലീഗൽ. നമുക്കത് സങ്കല്പിക്കാൻ പറ്റില്ല. ഇവിടെ ആണെങ്കിൽ വലിയ അഴിമതി ആരോപണം പ്രശ്നമൊക്കെ ഉണ്ടാവും. അവിടെ അതില്ല. അപ്പോൾ ഇലോൺ മസ്ക് ഈ ഒരു വേഫർത്തിൻ ഇതിൽ നിൽക്കുമ്പോൾ കുറച്ച് പേരെ കയ്യിലെടുക്കുക, എന്നിട്ട് അയാൾക്ക് ഇഷ്ടപ്പെട്ട ബില്ലാണെങ്കിൽ പിന്തുണയ്ക്കും, ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ ഇറ്റ് വിൽ ബി റിജക്റ്റഡ്. ദിസ് വിൽ ബി ഹിസ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ. അമേരിക്കൻ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടിക്ക് റെക്കഗ്നിഷൻ കിട്ടാൻ വലിയ പ്രയാസമാണ് അമേരിക്കയിൽ. ഓരോ സ്റ്റേറ്റിലും റെക്കഗ്നിഷൻ വേണം. അതിന് ഓരോ റൂളാണ്. ചിലയിടത്ത് 100,000 വോട്ടർമാരുടെ വാലിഡ് വോട്ടർമാരുടെ സിഗ്നേച്ചർ കളക്ട് ചെയ്തിട്ട് വേണം രജിസ്ട്രേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് തുടങ്ങാൻ. ചിലയിടത്ത് ഇത്ര പെർസെൻറ്റേജ്, നിങ്ങൾ 1% അല്ലെങ്കിൽ 0.5% വോട്ടർമാർ വേണം. ഇങ്ങനെ പലവിധ കണ്ടീഷൻസും. ഇതൊക്കെ തീർത്ത് റെഡിയാക്കി അമേരിക്കൻ പാർട്ടി ഇലക്ഷനിൽ മത്സരിക്കാനുള്ള ഒരു രജിസ്റ്റേർഡ് പാർട്ടിയായിട്ട് വരുത്താൻ തന്നെ ട്രംപിന് എലോൺ മസ്കിന് ഒരുപാട് സമയമെടുക്കും. മസ്ക് ആകെ ചെയ്തിരിക്കുന്നത് എന്താ, ട്വിറ്ററിൽ ഒരു പോളിംഗ് അങ്ങ് നടത്തി അമേരിക്കൻ പാർട്ടി, ആൻഡ് ഹി ഗോട്ട് 67.4% വോട്ട്. അതിനകത്ത് ഞാൻ അമേരിക്കൻ സിറ്റിസൺ അല്ല, ഞാനുണ്ടോ ഇല്ലെന്ന് എങ്ങനെ അറിയാം? എനിക്ക് വോട്ട് ചെയ്യാമല്ലോ ട്വിറ്ററിൽ. So many people have played with Twitter. So Twitter അടിസ്ഥാനമാക്കിയിട്ട് പുള്ളി ലേറ്റഡ് ആയിട്ട് I have got support of 67.4% people. So I am floating a party പറഞ്ഞിട്ട് നാളെ ഒരു ദിവസം പെട്ടെന്ന് ട്വിറ്ററിൽ തന്നെ ഇങ്ങനെ അനൗൺസ് ചെയ്യും. It doesn't work. So I am winding up that idea. കഴിഞ്ഞു. ആർക്കും നഷ്ടമൊന്നുമില്ല. കാരണം എല്ലാവരും ഈ ട്വിറ്റർ എന്ന മായാലോകത്തിലാണ് വോട്ട് ചെയ്യലും വേണമെന്ന് വയ്ക്കലും വേണ്ടെന്ന് വയ്ക്കലും ഒക്കെ നടക്കുന്നത്. ഗ്രൗണ്ടിലൊന്നും സംഭവിക്കുന്നില്ല. ബിക്കോസ് ഹി ഈസ് നോട്ട് ട്രൈയിങ് ടു ഗെറ്റ് ഹിസ് പാർട്ടി രജിസ്റ്റർഡ്. ഇറ്റ്സ് എ tedious പ്രോസസ്. ഇനിയൊരു വലിയ ചർച്ച നടക്കുന്നത് ഇസ്രയേലിനെ ചൊല്ലിയാണ്. ഇസ്രയേലിനെതിരെ ഒന്നിക്കണം, അത് പറയുന്നത് MA ബേബി പോലുള്ളവരാണ്. എങ്കിൽ പോലും കേരളത്തിലെങ്കിൽ ഇത് വലിയ ചർച്ചയായിട്ടുണ്ട്. ഇങ്ങനെ ഗസ, സിറിയ, ലെബനൻ, അവിടേക്കുള്ള പാവം ഭീകരരെ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇസ്രയേൽ ആക്രമിക്കുന്നു. ആ ഇസ്രയേലിനെതിരെ നമുക്ക് ഒന്നിക്കണം എന്ന് പറഞ്ഞുള്ള ആഹ്വാനവും പ്രഖ്യാപനങ്ങളും വരുന്നു. ആക്ച്വലി അതവിടെ നിൽക്കട്ടെ, അതിൻ്റെ ആ അർഹിക്കുന്ന ഇത് കൊടുത്താൽ മതി, അത് കേട്ട് അവർ പേടിക്കാൻ പോകുന്നില്ല. പക്ഷേ ഹൂ ഈസ് ഇസ്രയേൽ ടു ഇന്ത്യ? ഇസ്രയേൽ ഭാരതത്തിന് ആരാണ്, എന്താണ്? ജൂതന്മാരെ നാട്ടുകാരെല്ലാം തല്ലി ഓടിക്കുമ്പോൾ, ലോകം മൊത്തം തല്ലി ഓടിക്കുമ്പോൾ അവർക്കൊരു കുഴപ്പമില്ലാതെ താമസിക്കാൻ പറ്റിയൊരു സ്ഥലം ഭാരതമായിരുന്നു. 1948 അവർ ഫോം ചെയ്തിട്ട് അവരുടെ പാർലമെൻറ്റിൽ ആദ്യ പ്രമേയം ഭാരതത്തിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള പ്രമേയമാണ് ഇസ്രായേലിൻ്റെ. ഇസ്രായേൽ നിലവിൽ വന്നത് 1948. ആൻഡ് ദ ഫസ്റ്റ് റെസൊല്യൂഷൻ വാസ് താങ്കിങ് ഇന്ത്യ ഫോർ അക്കോമഡേറ്റിംഗ് അസ് വെൻ എവറി അതർ കൺട്രി ഞങ്ങൾ ഉപദ്രവിക്കപ്പെട്ടപ്പോൾ ഭാരതത്തിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. വി വെർ ഫ്ലറിഷിംഗ്. ഇത്രയും ഓപ്പണായിട്ട് നന്ദി പറയുന്ന ജനതയെ കണ്ടിട്ടുണ്ട്. നൗ കൂടുതൽ ചരിത്രത്തിലേക്ക് പോകാതെ 1982 ഇന്ദിരാഗാന്ധിയാണ് പ്രൈം മിനിസ്റ്റർ. ഇസ്രായേൽ ഒരു ഓഫർ കൊടുത്തു. പാകിസ്ഥാൻ്റെ ആണവ പരിപാടി ഏകദേശം 1978 ആയപ്പോൾ പാകിസ്ഥാൻ ആണവ കപ്പാസിറ്റിയിലേക്ക് പോവുകയാണെന്ന് മനസ്സിലായി, കഹൂട്ട റിയാക്ടറൊക്കെ ആയിട്ട്.
1982 ഇസ്രായേൽ ഓഫർ കൊടുത്തു ഒരു റീഫ്യൂവൽ ചെയ്യാൻ. അന്ന് ഈ എയർ ടു എയർ റീഫ്യൂവൽ ഇല്ല, ആ ടെക്നോളജി വന്നിട്ടില്ല. അപ്പോൾ ഇസ്രായേലിൽ നിന്ന് പറന്ന് പാകിസ്ഥാനിലെ കഹൂട്ട വരെ എത്തണമെങ്കിൽ എവിടെയെങ്കിലും ഒരു റീഫ്യൂവലിംഗ് കിട്ടണം. പ്രിഫറബിളി സംവെയർ ഇൻ ഗുജറാത്ത് ഓർ രാജസ്ഥാൻ. അവിടെ വരെ ഞങ്ങൾ വന്നോളാം. അതിനിടയ്ക്കും അവർക്ക് റീഫ്യൂവലിംഗ് ആവശ്യമാണ്. ബട്ട് ദാറ്റ് വി വിൽ മാനേജ്. നിങ്ങൾ ഇങ്ങനെ ഒരു സഹായം ചെയ്താൽ ഈ സാധനം ഞങ്ങൾ പൊട്ടിച്ചു തരാം. ഇന്ദിര ആദ്യം സമ്മതിച്ചു. പിന്നെ അതിങ്ങനെ ഇട്ടുരുട്ടി ഫൈനലി ഇന്ത്യൻ മുസ്ലിങ്ങളുടെ വോട്ട് കോൺഗ്രസ്സിന് നഷ്ടപ്പെടും എന്നുള്ള പോയിന്റിൽ പോസിബിളി അതായിരിക്കണം ഒരു കാരണം, അതല്ലാതെ വേറെ ഒരു കാരണവും കാണുന്നില്ല. 1984 അവർ ഇത് റിജക്റ്റ് ചെയ്ത് പ്രപ്പോസ് വേണ്ടാന്ന് പറഞ്ഞു. ആൻഡ് 1984 എൻഡ് ഷി വാസ് കിൽഡ്. ഇന്ദിരാഗാന്ധി അസാസിനേറ്റ്. ആര് ചെയ്യും ഇത്? അന്ന് നമ്മൾ റീഫ്യൂവലിന് സ്ഥലം കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ ന്യൂക്ലിയർ വരട്ടെ എന്ന് പറയുന്ന പരിപാടി ഉണ്ടാവുന്നില്ല. ദേ വർ റെഡി ടു ഡു ദാറ്റ്. ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ സഹായം ഇല്ലാതെ തന്നെ ആകാശത്ത് നിന്ന് റീഫ്യൂൽ ചെയ്തിട്ട് അവർ, ബിക്കോസ് ദേ ആർ ഇൻ ഗുഡ് ടേംസ് വിത്ത് ഓൾ ഗൾഫ് കൺട്രീസ് പ്രോബബ്ലി എക്സെപ്റ്റ് ഖത്തർ. ഖത്തർ അത്ര കോപ്പറേറ്റ് ചെയ്യില്ല, ബട്ട് റിലേഷൻസ് ഉണ്ട്. ഖത്തർ വേണ്ട അവർക്ക്. സൗദി റീഫ്യൂൽ ചെയ്യാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ ഓവർ. വാട്ട് ദേ ഡിഡ് വിത്ത് ഇറാൻ ക്യാൻ ബി ഡൺ വിത്ത് പാകിസ്ഥാൻ ഓൾസോ. ആൻഡ് ഓൾ വെദർ ഫ്രണ്ട്സ്. ഞാൻ അതിലേക്കാണ് വരുന്നത്. ഹൂവേഴ്സ് ഇസ്രായേൽ ഭാരതത്തിന് എന്താണ് ആ നന്ദിക്കപ്പുറത്തേക്ക് ഇതാണ് ഒരാവശ്യം വന്നാൽ യു ടേക്ക് ഓഫ് സിന്ദൂർ. ഹൂ ഹെൽപ്പ് യു? റഷ്യയ്ക്കൊപ്പമോ ഒരുപക്ഷെ അതിൽ കൂടുതലോ ആയുധങ്ങൾ തന്നത് ഇസ്രായേലാണ്. ഇസ്രായേൽ ഗേവ് യു ഡ്രോൺസ്, ഇസ്രായേൽ ഗേവ് യു മിസൈൽസ്. ബറാക്ക് മിസൈലൊക്കെ ഇസ്രായേലിൻ്റെ അല്ലേ? നമ്മളുടെ ആകാശ മിസൈലിൻ്റെ കൂടെ തന്നെ ഇസ്രായേലിൻ്റെ എത്ര ആയുധങ്ങൾ നമ്മൾ ഉപയോഗിച്ചു. ഇസ്രായേലിന് നമ്മളും പടക്കോപ്പുകൾ കൊടുക്കാവുന്ന നമ്മളുടെ കപ്പാസിറ്റിക്കൊത്ത് നമ്മൾ കൊടുത്തുകൊണ്ടേയിരുന്നു. ഈ ഗസ പ്രശ്നമൊക്കെ നടക്കുമ്പോൾ ബേസിക് തോക്ക്, വെടിയുണ്ട എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ടല്ല, ഹൈടെക് അല്ല, ലോ ടെക് സാധനം, ഇതൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നു. ഇത് മദ്രാസ് പോർട്ടിൽ ഇത് ഇസ്രായേലിലേക്കുള്ള ആയുധമാണ്, ഞങ്ങൾ കയറ്റില്ല എന്ന് പറഞ്ഞിട്ട് CITU ബഹളം വെച്ചു. BMSകാർ പറഞ്ഞു നിങ്ങൾ കയറ്റുന്നുണ്ടെങ്കിൽ കയറ്റിയില്ലെങ്കിൽ ഞങ്ങൾ കയറ്റാമെന്ന് പറഞ്ഞു. പോർട്ട് പറഞ്ഞു 2 പേരും വേണ്ട, ഞങ്ങൾ ക്രെയിൻ വെച്ച് കയറ്റിക്കൊള്ളാം. അങ്ങനെ കപ്പലിൽ ലോഡ് ചെയ്തു പോകും. ഇങ്ങനത്തെ കലാപരിപാടിയൊക്കെ ഇപ്പോഴും MA ബേബിയൊക്കെ ചെയ്യുന്നു. അന്ന് സീതാറാം യെച്ചൂരിയുള്ള കാലത്താണ് അവരുടെ പീപ്പിൾസ് ഡെമോക്രസിയിൽ മാത്രം വാർത്തയൊക്കെ വന്നു, വി ബ്ലോക്ക്ഡ് ആംസ് ടു ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഉള്ളവരൊന്നും മിണ്ടിയില്ല, കാരണം തോറ്റു തുന്നാൻ പാടിയില്ല, അതുകൊണ്ടൊന്നും മിണ്ടിയില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ തമ്മിലുള്ള ബന്ധം വളരെ ദൃഢമാണ്. അത് ഈ മുസ്ലിം വോട്ട് ഭയന്നിട്ട് ഇല്ലാതിരുന്നു. 1991 അവരുടെ ഫസ്റ്റ് എംബസി തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് നരസിംഹറാവുവിൻ്റെ കാലത്താണ് അത് ഇസ്രായേലിൻ്റെ ഒരു എംബസി ഡൽഹിയിൽ തുടങ്ങാം എന്ന് സമ്മതിച്ചത്. തുടങ്ങാമെന്ന് സമ്മതിച്ച സ്ഥിതിക്ക് അത് ഉടനെ തുടങ്ങണം. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ്സിലെ മറ്റുള്ളവർ മുസ്ലിം വോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അലമ്പാക്കും. ദേ സ്റ്റാർട്ടഡ് ഇറ്റ് ഇൻ ദ റെസിഡൻസ് ഓഫ് ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി വീട്ടിൽ. അവിടെ ഇരുന്നുകൊണ്ട് വിസ ഇഷ്യൂ ചെയ്യൽ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷമാണ് അവർക്ക് പ്ലോട്ട് അലോട്ട് ചെയ്തിട്ട് അവരുടെ എംബസി എന്നൊക്കെ പറഞ്ഞിട്ട് ഒഫീഷ്യലി പിന്നെ അവരങ്ങോട്ട് മാറ്റി. ബട്ട് ഇമ്മീഡിയറ്റ് സ്റ്റാർട്ട് ചെയ്തു എന്ന് വരുത്താനായിട്ട് ദേ യൂസ്ഡ് ദിസ് റെസിഡൻസ്. അങ്ങനെ പിന്നെ പണ്ട് മുതലേ പ്രോ ഇസ്രായേലാണ്. ഇസ്രായേലുമായിട്ട് ഇസ്രായേലിൻ്റെ എംബസി തുറക്കണം എന്ന് പറഞ്ഞിട്ട് ജനതാ പാർട്ടിയുടെ കാലം മുതലൊക്കെ ആ മനുഷ്യൻ ക്യാമ്പയിൻ നടത്തുന്നുണ്ടായിരുന്നു. സോ ദേ കുഡ് ബിലീവ് ഹിം. അപ്പോൾ ഞങ്ങൾ പുള്ളി പറഞ്ഞു എൻ്റെ വീട്ടിലായിക്കോട്ടെ തുടങ്ങ്, ഇനി ആ ഡിസിഷൻ മാറ്റുന്നതിന് മുമ്പ് തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആപത്ഘട്ടങ്ങളിൽ കൈവിടില്ല എന്നുറപ്പുള്ള ഒരു ചങ്ങാതി. നമ്മളവരെ കൈവിട്ടിട്ടും അവർ നമ്മളെ കൈവിട്ടില്ല. അതാണ് നമ്മൾ UN വരുന്ന സകല ഇസ്രായേൽ അനുകൂല പ്രമേയത്തെയും നമ്മൾ എതിർത്തിരുന്ന ഒരു കാലത്ത്. പാലസ്തീൻ അനുകൂല പ്രമേയത്തെ മുഴുവൻ നമ്മൾ സപ്പോർട്ട് ചെയ്തിരുന്നു. പാലസ്തീന് എംബസി ഉണ്ട് ഡൽഹിയിൽ. പാലസ്തീൻ എന്ന് പറഞ്ഞാൽ രാജ്യമില്ല. യു ടേക്ക് ദ മാപ്പ് ആൻഡ് ഷോ മീ പാലസ്തീൻ. നോ, ഇറ്റ് ഈസ് നോട്ട് ദെയർ. വെസ്റ്റ് ബാങ്ക് ഉണ്ട്, ഗസയുണ്ട്, ഇസ്രായേൽ ഉണ്ട്, ലെബനൻ ഉണ്ട്, സിറിയ ഉണ്ട്, എവറിത്തിങ് ഇസ് ദെയർ. പാലസ്തീൻ എന്ന് പറഞ്ഞിട്ടൊരു കഷ്ണമില്ല. ബട്ട് അവർക്ക് എംബസി ഉണ്ട് ഡൽഹിയിൽ. നമ്മളവരെ അംഗീകരിച്ചിട്ടുണ്ട്.
പാലസ്തീനെ UN അംഗീകരിച്ചിട്ടില്ല, ഒബ്സർവർ നേഷൻ പദവി കൊടുത്തിരിക്കുകയാണ്. ഈ സിറ്റുവേഷൻ ഇത്രയധികം അവരെ എതിർത്തിട്ടും UN എതിർത്തിട്ടും അവർ നമ്മളെ കൈവിട്ടില്ല. ബിക്കോസ് ദേ നോ ദാറ്റ് ഇന്ത്യാസ് ഹാർട്ട് ഈസ് വിത്ത് അസ്. ദ ഇൻറ്റേർണൽ പൊളിറ്റിക്സ് ഈസ് നോട്ട് അലോവിങ് ഇന്ത്യ ടു ടേക്ക് ട്രൂത്ത്ഫുൾ സ്റ്റെപ്സ്. അതിനുശേഷം നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഓപ്ഷൻ തീർന്ന് മുമ്പ് സംഭവിച്ചതാണ് കേട്ടോ, വി സ്റ്റാർട്ടഡ് അബ്സ്റ്റെയിനിങ് ഫ്രം സച്ച് റെസൊല്യൂഷൻസ്. ഇസ്രായേലിനെ എതിർക്കുന്ന റെസൊല്യൂഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അബ്സ്റ്റെയിൻ ചെയ്യുന്നു. എതിരായിട്ട് വോട്ട് ചെയ്യാനൊന്നും പോകാറില്ല. പിന്നെ 1-2 പ്രമേയങ്ങൾക്ക് എതിരായിട്ട് വോട്ട് ചെയ്തു. ഇസ്രായേൽ ഹാസ് എ റൈറ്റ് ടു അറ്റാക്ക് ഈ ഹമാസ്. ആ പ്രമേയത്തിന് അനുകൂലമായിട്ട് നമ്മൾ വോട്ട് ചെയ്തു. ദാറ്റ് വാസ് ദ ഫസ്റ്റ് എവർ വോട്ട് മെയ്ഡ് ഇൻ സപ്പോർട്ട് ഓഫ് ഇസ്രായേൽ ബൈ ഇന്ത്യ. ആൻഡ് അതിനും അവർ നന്ദി പറഞ്ഞു. യെസ്, നൗ യു ഹാവ് ബോൾഡ്ലി കം വിത്ത് us. താങ്ക് യു. തറവാടികളാണ്. റൈറ്റ്, ഓൺ ദാറ്റ് നോട്ട്, നമസ്തേ, താങ്ക് യു. പൊളിച്ചെഴുത്തിൻ്റെ ഈ സ്പെഷ്യൽ എഡിഷൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്തേ.